അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ആവശ്യമായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. ആ 1 കപ്പ് മൈദയ്ക്ക് നമ്മൾ ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഒരു 1/4 സ്പൂൺ, ചെറിയ സ്പൂണാണ് ഇട്ടത്. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 3/4 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂണ് ചെറിയ സ്പൂണാണ്. അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നമ്മളെ മൈദയ്ക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. നന്നായി ഇതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനിതിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നമ്മളെ മൈദയിൽ എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും കമൻറ്റിൻ്റെ താഴെ റെസിപ്പി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മളൊരു 2 വർഷം മുന്നേ നമ്മളെ ചാനലിൽ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റും ഒക്കെ ഇട്ടിക്കണം. എല്ലാ കേക്കും നമ്മളെ ചാനലിൽ ഇട്ടിക്കണം. അപ്പോൾ കുറേ ആയിട്ടിട്ട് അതായത് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരും അവനവൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാ ഞാൻ അതിന് ആവശ്യമായിട്ട് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ കേക്കിൻ്റെ ടിന്നേക്ക് സൺഫ്ലവർ ഓയിലും കുറച്ച് ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ. ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് 4 മുട്ടയാണ് കേട്ടോ. അപ്പോൾ 4 മുട്ടനെ ഞാൻ ഉണങ്ങി ഡ്രൈ ആയൊരു പാത്രത്തേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ വെള്ളമുള്ള പാത്രമൊന്നും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കരുത്. വെള്ളത്തിൻ്റെ അംശം വന്നാൽ നമ്മളെ കേക്ക് പൊന്തി വരില്ല കേട്ടോ, ഹാർഡേക്കാനും. അപ്പോൾ നല്ല സോഫ്റ്റിൽ നല്ല റെഡിക്ക് നമ്മളെ കേക്ക് കിട്ടണമെങ്കിൽ നല്ല ഡ്രൈ ആയ പാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ അപ്പോൾ വാനില എസൻസ് 1 സ്പൂൺ ഒഴിച്ച് കൊടുത്തിക്കണേ. പിന്നെ അതാ ഞാൻ കപ്പിൽ റെഡിയാക്കി വെച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാനത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയും 1 സ്പൂണ് വാനില എസൻസും ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടൻ്റെ ഒപ്പം തന്നെ വാനില എസൻസ് ഒഴിച്ചാൽ ആ മുട്ടൻ്റെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ നമ്മളെ കേക്കിൽ. ചിലരൊക്കെ പറയും കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ടൻ്റെ സ്മെല്ല് വരികയാണെന്ന് അറിയും. പക്ഷെ നമ്മളെ കേക്ക് നമ്മൾ ഓവണിൽ നിന്ന് എടുക്കുന്ന ടൈമിൽ തന്നെ മുട്ടൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലരൊക്കെ ഇത് ബീറ്റ് ചെയ്ത ശേഷം ലാസ്റ്റാണ് വാനില എസൻസ് ഒഴിക്കുക. അതുകൊണ്ടാണ് ആ സ്മെല്ല് വരുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അപ്പം തന്നെ ഒഴിക്കുമ്പോൾ പ്രശ്നമില്ല. പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിക്കണേ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ പഞ്ചസാര ഞാൻ പൊടിക്കലില്ല കേട്ടോ. പഞ്ചസാര അതേപോലെ ഇട്ടുങ്ങാണ്ട് ബീറ്റ് ചെയ്തെടുക്കലാണ്. ഫസ്റ്റ് നമ്മൾ സാവധാനത്തിലിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പഞ്ചസാര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഫുള്ളിലിട്ടുങ്ങാണ്ട് ബീറ്റ് ചെയ്യലാണ്. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ച മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ അല്ലേ ആ ബാറ്ററി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫസ്റ്റ് ഇതിൽ നമ്മളെ ബീറ്ററിൽ 3 നമ്പറാണ് കേട്ടോ. 1, 2, 3 അങ്ങനെ 1-ലിട്ടുങ്ങാണ്ട് ഞാൻ സാവധാനത്തിലൊന്ന് ബീറ്റ് ചെയ്തെടുത്തിക്കണേ. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ പൊന്താതെ നിൽക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ കുറേ സമയം ബീറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് കേട്ടോ പ്രശ്നം. ഒന്നിങ്ങോട്ട് നമ്മളെ മുട്ടിയിലൊക്കെ ഒന്നിങ്ങോട്ട് മിക്സ് ആകുന്നത് വരെ ഇങ്ങനെ ബീറ്റർ കൊണ്ടൊന്ന് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതാ ഞാൻ നമ്മളെ കേക്ക് ട്രെയിനിലേക്ക് ആക്കി കൊടുത്ത് വെന്തതിന് ശേഷമുള്ളതാണ് ഇട്ടത്. റെഡി ആയിക്കണ്. നന്നായിട്ട് പൊന്തി വന്ന് ചെയ്തിരിക്കണം നമ്മളെ കേക്ക് ടിന്ന് ഫുള്ളായിക്കണ്. എന്നിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം ഞാനിതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഒരു 45 മിനിറ്റ് കൊണ്ട് എനിക്കിത് വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. ഓവണിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു കുക്കറിലാണ് കേട്ടോ, പഴയൊരു കുക്കറിലാണ് കേട്ടോ അത് ആദ്യമൊക്കെ വേവിച്ചെടുത്തിരുന്നത്. ഇപ്പോൾ ഓവൺ തന്നെയാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിരിക്കണ്. നല്ല സോഫ്റ്റുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ അതിൻ്റെ ഇവിടെ നിന്നാണ്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം തേക്കണം. അപ്പോൾ ക്രീം തേക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് തുടങ്ങാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ക്രീമൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് കൊടുന്ന് വെച്ചിന്, ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് കട്ടയൊക്കെ പോകാൻ വേണ്ടി കുറച്ച് സമയമായിട്ട് വെച്ചിന് കേട്ടോ. അത് നമ്മളൊരു പാത്രത്തേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് തോനെയായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേറെയും കേക്ക് ചെയ്യണ കൂട്ടത്തിലാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഇത് ആ വീഡിയോയിൽ പെട്ടതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് ഞാൻ വൈറ്റ് മാത്രമുണ്ട്, വേറെ വീഡിയോ എടുത്ത് വേറെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ്ട് വീഡിയോ എടുത്തതേന് കേട്ടോ.
അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു ഏകദേശം ഒരു 9 മിനിറ്റ് 8 മിനിറ്റ് 9 മിനിറ്റിൻ്റെ ഉള്ളിൽ ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സോഫ്റ്റായ കേക്ക് ഇതൊക്കെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം, ലെയറാക്കി എടുക്കണം. ഇതാ നല്ല സ്പോഞ്ച് പോലെ ആയിക്കണം കേട്ടോ. എങ്ങനെ ചെയ്താലും പൊട്ടുണ്ടാകുന്നില്ല, നന്നായിട്ട് വെന്ത് സ്പോഞ്ച് പരുവത്തിലായിക്കണം നമ്മളെ കേക്ക്. നല്ല സോഫ്റ്റുള്ള കേക്കേക്കാരം കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ലെയറാക്കി എടുക്കുകയാണ്. 3 ലെയറാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ലെയർ ഫസ്റ്റ് ലെയർ ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല, പൊടിഞ്ഞിട്ടും പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല വൃത്തിക്ക് കിട്ടിയിരിക്കണേ. രണ്ടാമത്തെ ലെയറും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ ക്രീമൊക്കെ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിക്കണേ. 1 കപ്പ് പിന്നെ പഞ്ചസാരയ്ക്ക് അര കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം വെച്ചുകൊണ്ടാണ് ഞാൻ സിറപ്പ് ഉണ്ടാക്കിക്കണത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പഞ്ചസാര സിറപ്പൊക്കെ നന്നായിട്ട് ചൂട് ആറി തണുത്തതിന് ശേഷമാണ് കേക്കിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടില്ലാതെ ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുതേ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് വെള്ളം ഒലിപ്പിക്കുകയും ചെയ്യരുത് കേട്ടോ. പാകത്തിന് ഇങ്ങോട്ട് എല്ലായിടത്തും നനയണ രൂപത്തിൽ കുറച്ച് പിന്നെ ഇതാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെ കേക്ക് ക്രീമൊക്കെ തേച്ച് കഴിയുമ്പോൾ അതിന് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഉണ്ടാക്കുമ്പോൾ അനുഭവം ഇല്ലതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ സിറപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് മിൽക്ക് മേഡ് കേട്ടോ. നല്ല കട്ടിക്കൊന്നുമില്ല, എന്നാലും എല്ലായിടത്തും ഇങ്ങോട്ട് ആകണ രീതിയിൽ, നല്ല മധുരമല്ലേ, അപ്പോൾ എല്ലായിടത്തും ഇങ്ങോട്ട് ആകണ രീതിയിൽ ഞാൻ ഇങ്ങോട്ട് മിൽക്ക് മേഡ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മളെ കേക്കുമ്മേ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വൈറ്റിൽ ഇങ്ങനെ ചെയ്താൽ നല്ല രസമാണ്. അപ്പോൾ അത് എന്നിട്ട് നമ്മളെ കേക്കിൽ മൊത്തത്തിലൊന്ന് ആക്കി കൊടുത്തേക്കണ്. എന്നിട്ട് ഞാൻ നമ്മളെ ക്രീം വെച്ചിട്ട് ഇതിനൊന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് ക്രീമിനെ. അപ്പോൾ ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുമ്പ് ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിരകി വെച്ചിരുന്നു കേട്ടോ. അതൊന്ന് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് ചോക്ലേറ്റ്. നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ആകുമ്പോൾ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടാണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായി കവർ ചെയ്ത് കൊടുത്തേക്കണ്. അടുത്ത ലെയറും ഞാൻ വെച്ചിക്കണ്. എന്നിട്ട് ഇതേപോലെ നമ്മൾ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. ആദ്യം ചെയ്ത അതേപോലെ തന്നെ പിന്നെ മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നും ഇങ്ങനെ മിൽക്ക് മേഡൊന്നും ചെയ്യലില്ല കേട്ടോ. ഒരുവിധ ആൾക്കാരൊന്നും മിൽക്ക് മേഡൊന്നും ചെയ്യലില്ല. പക്ഷേ മിൽക്ക് മേഡ് ഉണ്ടായാൽ നമ്മളെ കേക്ക് ഒരു അടിപൊളി കേക്ക് തന്നെയാക്കാറ് കേട്ടോ. അപ്പോൾ എല്ലോല് കയ്യിലുണ്ടാവുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടേ. പിന്നെ നമ്മളെ ക്രീം അടുത്തതും നമ്മൾ ക്രീം നന്നായിട്ട് എല്ലായിടത്തും ആകണ രൂപത്തിൽ ക്രീം തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കണം. കുറച്ച് ചോക്ലേറ്റ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അടുത്ത ലെയറും വെച്ചിട്ട് ഞാനൊന്ന് റൗണ്ടാക്കിയിട്ട് ഒന്നിങ്ങോട്ട് പിന്നെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്കിൻ്റെ ലെയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതെക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തിക്കണം മൊത്തത്തിൽ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ സിറപ്പ് ഒഴിച്ചിട്ട് പിന്നെ ക്രീം തേച്ച് കൊടുക്കുകയാണ്. പിന്നെ ഏറ്റവും മേലെ പിന്നെ മിൽക്ക് മേഡും ഇതൊന്നും ഒഴിച്ച് കൊടുക്കില്ല. പിന്നെ ഫുള്ളായിട്ട് ക്രീം തേച്ചിങ്ങാണ്ട് കവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ചധികം ക്രീം പിന്നെ നമ്മളെ കേക്കിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ പിന്നെ എല്ലായിടത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. നമ്മളെ കേക്കിൻ്റെ മേൽഭാഗവും സൈഡ് ഭാഗത്തേക്കൊക്കെ അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. മേൽഭാഗം ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വരുമ്പോൾ സൈഡ് ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് റെഡിയാക്കി കൊടുക്കുക, ലെവലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ സ്പാച്ചുല വെച്ചങ്ങാണ്ട് ഇങ്ങനെ നമ്മളെ കേൾക്കുമ്പോൾ ആവുന്ന പിന്നെ നമ്മൾ ഈ ചട്ടകത്തിലാവണതൊക്കെ നമ്മൾ സ്പാച്ചുലയിൽ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു കാർഡ് വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കലാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഓരോ കാർഡ് ഇങ്ങനെ ഒന്ന് കേടുവരുമ്പോൾ ഒന്ന് കാർഡുകൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അല്ലേ നമ്മളെ കയ്യിൽ പല ഇതിൻ്റെതായിട്ടും. അപ്പോൾ നമ്മളെ കേക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ സ്കൂൾക്ക് ക്രിസ്മസ് അപ്പൂപ്പന ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കിയില്ലേ, ആ കേക്കിൽ ഒന്നാണ്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഞാനിതിൽ ചെയ്യണത്. പിന്നെ വൈറ്റും പിന്നെ വൈറ്റിൻ്റെ ഞാൻ ഫോട്ടോ ഞാൻ ആദ്യം തന്നെ കാണിച്ചെന്നില്ല. നമ്മൾ സാധാ വൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ ഉണ്ടാക്കുക, ചെറിയൊക്കെ വെച്ചങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് റെഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീമിക്ക്. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് വേറെ ക്രീം നമ്മൾ ഫസ്റ്റ് ബീറ്റ് ചെയ്യാത്ത ക്രീമിക്കാണ് കേട്ടോ കളർ ചെയ്തിരിക്കുന്നത്.
സാധാരണ ഞാൻ ബീറ്റ് ചെയ്ത ക്രീം ഉണ്ടെങ്കിൽ അതിൽ പിന്നെ കളറാക്കിയിട്ട് മിക്സാക്കി എടുക്കലാണ്. അപ്പോൾ ഇത് എല്ലാ കേക്കുമ്മക്കും വേണ്ടേ വിചാരിച്ചിട്ട് മൊത്തത്തിലുള്ള കേക്കുമ്മക്കില്ല പിന്നെ ക്രീമിനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ, ചുമപ്പ് കളറ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിക്കണ്. അപ്പോൾ ഞാൻ നമ്മളൊരു ഐസിങ് ബാഗൊക്കെ അത് കുറച്ചാക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മളെ പിന്നെ ഇന്നലെ ചെയ്തില്ലേ അതാണ് കേട്ടോ ഞാൻ ഈ കേക്ക് അതുണ്ടാക്കിയത്. ഇനി അപ്പോൾ നമ്മളെ അപ്പൂപ്പൻ്റെ തലേന്ന് വരച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചുമപ്പ് തൊപ്പിനെ വരച്ചെടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആണെങ്കിലും മോഡൽ മാറിയിട്ടുള്ളൂ കേട്ടോ. ഉൾഭാഗം ഫുള്ള് വൈറ്റ് തന്നെയാണ്, മേലെ ചെറീസും ചോക്ലേറ്റും വെച്ചാൽ വൈറ്റ് ഫോറസ്റ്റ് ആയി. അപ്പോൾ നമ്മളിപ്പോൾ ഇതും ഈ മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളെന്ന് കാണിച്ചാണ് കേട്ടോ, നമ്മൾ ഇന്നലെ കാണിച്ച മോഡൽ തന്നെയാണ്. എന്നാലും പിന്നെ നമുക്കിത് സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് ഇതേപോലെ 2-3 കേക്കിന് വേറെ ഓർഡർ കിട്ടിയിരിക്കണം കേട്ടോ. നമ്മൾ സ്റ്റാറ്റസ് വെച്ചപ്പോൾ അതേപോലെ ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് നമ്മൾ വേറെ ആൾക്കാർക്കും ഇതേപോലെ വേറെ 2-3 ഉണ്ടാക്കി. അത് ചെറുതേന് കേട്ടോ, 1 കിലോൻ്റെതല്ല, അത് 1/2 കിലോൻ്റെതേനും. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഇതിൽ കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ആ ചെറുതുണ്ടാക്കിയതിൻ്റെ ഫോട്ടോസും കൂടി ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്തിരിക്കണം നമ്മളെ ഈ വീഡിയോസിൽ. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും വേണം. ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യട്ടെ മക്കളെ. വീഡിയോ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ പോവരുത്. നിങ്ങളെ ലൈക്ക് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെങ്ങാണ്ട് നമ്മൾ അപ്പൂപ്പന് കണ്ണ് കുത്തി കൊടുക്കുകയാണ്, കണ്ണൊന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഞാനിത് റെഡിയാക്കാനും കരുതിയാണ്ട് സ്റ്റാൻഡിൽ ഫോൺ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് പിന്നെ വീഡിയോ കണ്ടു നോക്കുമ്പോൾ ഫുള്ള് കയ്യും ഇതൊക്കെയാണ്, റെഡിക്ക് ഇങ്ങോട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിങ്ങാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ക്ലിയർ ആക്കാനും കരുതി വേറെ കുട്ടികളെ കൊണ്ടൊന്നും നോക്കിപ്പിച്ചതുമില്ല, എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കയ്യും ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ റെഡി ആവാത്തതിന് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നമ്മളെ അപ്പൂപ്പൻ റെഡി ആക്കണം കേട്ടോ. ഒരു വിധത്തിൽ റെഡിയായി പറയാൻ പറ്റില്ല, ഒരു വിധത്തിൽ ഇങ്ങോട്ട് ഒപ്പിച്ചെടുത്തേക്കണ് ഞാൻ നമ്മളെ കേക്കിൽ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മളെ കേക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. സാറുമാരും കുട്ടികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനൊരു മോഡൽ കണ്ടപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. അപ്പോൾ വൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതിയിട്ട് കേക്ക്. നമ്മൾ വൈറ്റ് ഇങ്ങനെയാണ് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ചെറിയ കേക്കാണ് ഇട്ടത്, ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ ഉൾപ്പെടുത്താന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മക്കളെ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.